മാപ്പു നൽകാൻ കഴിയില്ലെന്ന തലാലിന്റെ സഹോദരന്റെ നിലപാട് മാറ്റം നിമിഷപ്രിയയുടെ മോചനം ആശങ്കയിലാക്കി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖേന സുഫി മതപണ്ഡിതൻ ഹബീബ് ഉമർ വഴിയും ആക്ഷൻ കമ്മിറ്റിയും ചേർന്നാണ് അനുനയ നീക്കം നടത്തുന്നത്. കാന്തപുരത്തിന്റെ ഇടപെടൽ മഹത്തായ സന്ദേശമാണ് നൽകുന്നതെന്ന് മർക്കസിലെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കോഴിക്കോട്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നതിനിടെയാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ ആവില്ല, കുടുംബത്തിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അബ്ദുൽ ഫത്തേഹ് മെഹദി ഇത്തരമൊരു നിലപാട് അറിയിച്ചത്. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ സൂഫി പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദയാധനം സ്വീകരിക്കാൻ കഴിയില്ലെന്നും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുമാണ് തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രൂരമായ കുറ്റകൃത്യം കൊണ്ട് മാത്രമല്ല, ഏറെ നീണ്ടുനിന്ന നിയമവ്യവഹാരം കാരണവും കുടുംബം ഏറെ പ്രയാസം അനുഭവിച്ചു. ദൈവത്തിൻ്റെ നിയമം നടപ്പാക്കണമെന്നാണ് തങ്ങൾ നിർബന്ധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് സഹോദരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഒപ്പം ഇന്ത്യൻ മാധ്യമങ്ങളിൽ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വലിയ ഖേദം തങ്ങൾക്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തലാലിൻ്റെ സഹോദരൻ BBC അറബിക്കിനും ഇത്തരം ഒരു നിലപാട് തങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിമുഖവും കൂടി നൽകിയ ഒരു സാഹചര്യമാണ് നിലവിൽ യമനിലുള്ളത്. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേരത്തെ അദ്ദേഹം തുടങ്ങിവെച്ച നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സത്പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഹബീബ് ബിൻ ഉമറുമായി ഇന്ന് വീണ്ടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒപ്പം കാന്തപുരത്തെ അഭിനന്ദിക്കുന്നതിനായി നിരവധി പേർ മർക്കസിൽ നേരിട്ടെത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും കാരന്തൂർ മർക്കസിലെത്തി കാന്തപുരവുമായി ചർച്ച നടത്തി. കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ ഇവർ വലിയ തോതിൽ പ്രശംസിക്കുകയും ചെയ്തു. മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത്. ഇനിയും തുടർച്ചയായ ചർച്ചയും ആവശ്യമായ തീരുമാനവും എടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് തുടർന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമായി തന്നെ നടന്നു എന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിലും അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയും വിലയിരുത്തുന്നത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇന്ന് മർക്കസിലെത്തി കാന്തപുരവുമായി സംസാരിച്ചു. എന്തായാലും വിദേശ രാജ്യത്തുള്ള ഒരു വിഷയമാണ്, അതിൽ അവധാനതയോടെ ഇടപെടേണ്ടതാണ് എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്. നേരത്തെ തന്നെ തലാലിൻ്റെ കുടുംബത്തിൽ ഒരു അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ തലാലിൻ്റെ സഹോദരൻ ഇത്തരത്തിൽ വധശിക്ഷ നടപ്പാക്കണം എന്നുള്ളൊരു നിലപാട് വീണ്ടും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ തലാലിൻ്റെ സഹോദരനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ഫോർമുല ഉരുത്തിരിയാനുള്ള ശ്രമമാണിപ്പോൾ പുരോഗമിക്കുന്നത്. ആ നിലയിലാണ് യമനിൽ നടക്കുന്ന ചർച്ചകളും അതേപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ കാന്തപുരവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നടക്കുന്ന ചർച്ചകളും പുരോഗമിക്കുന്നത്. അതിൽ ഒരു ശുഭകരമായ പര്യവസാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബവും അതേപോലെ ആക്ഷൻ കമ്മിറ്റിയും പങ്കുവെക്കുന്നത്.